എല്ലാവർക്കും നമസ്കാരം. നാം ചില ആളുകളോട് സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവവിഷയമായി സംസാരിക്കുമ്പോൾ അവർ വളരെ തണുപ്പൻ പ്രതികരണം നടത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവർ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നോ അല്ലെങ്കിൽ ദൈവത്തെ കാണുവാൻ സാധിക്കില്ല, കാണാത്ത കാര്യത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം അവർക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തെ അനുഭവിച്ചറിയുവാനും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നമുക്കറിയുവാനും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും ദൈവം ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തെ നാം ശ്രദ്ധയോടെ, സത്യസന്ധതയോടെ, സത്യം അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ നാം സമീപിക്കുന്നുവെങ്കിൽ, അതിനെ പഠിക്കുന്നുവെങ്കിൽ നമുക്കവിടെ ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുതലിനെ എല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വചനം പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ വാക്യത്തിൽ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ആ സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ധനവാനായ ഒരു മനുഷ്യനെ കാണാം. അദ്ദേഹം നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഖത്തോടെ ജീവിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ പടിവാതിക്കൽ ദരിദ്രനായ മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വളരെ കഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ധനവാനായ മനുഷ്യൻ്റെ വീട്ടിൽ അവശേഷിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു കളയുന്ന ഭക്ഷണം കഴിച്ചാണ് ഈ ദരിദ്രൻ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്രണത്തെ നായ്ക്കൾ വന്ന് നക്കുന്നുണ്ട്. അങ്ങനെ വളരെ കഷ്ടത്തിലൂടെയാണ് ഈ ദരിദ്രനായ മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ധനവാനും ഈ ദരിദ്രനായ ലാസർ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ആ ദരിദ്രനായ മനുഷ്യൻ്റെ പേര് ലാസർ എന്നാണ്. ഈ ലാസറും ഈ ധനവാനായ മനുഷ്യനും മരിക്കുന്നു. ലാസർ മരിച്ച് നേരെ സ്വർഗത്തിൽ പോകുന്നു. അദ്ദേഹം അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കടന്നു പോകുന്നതായിട്ട് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നു. അതന്നെ ധനവാൻ മരിച്ച് നരകത്തിലേക്ക് കടന്നു പോകുന്നു. അദ്ദേഹം ഈ നരകത്തിൽ കിടന്ന യാതന അനുഭവിക്കുന്നു. അവിടുത്തെ ജ്വാലയുടെ ചൂട് കാരണം അദ്ദേഹം മുകളിലേക്ക് നോക്കി അബ്രഹാം പിതാവിനെ നോക്കി അദ്ദേഹം സഹായം ചോദിക്കുന്നുണ്ട്. ധനവാൻ ചോദിക്കുകയാണ്, അബ്രഹാം പിതാവെ, ലാസറിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ എന്ന് അവിടെ അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാം പിതാവ് അപേക്ഷ നിരസിക്കുന്നു. അദ്ദേഹം പറയുന്നു, അത് സാധിക്കില്ല, നിങ്ങൾക്കും തമ്മിൽ വലിയ വിടവുണ്ട്. അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ വേറൊരു സഹായം അബ്രഹാം പിതാവിനോട് ചോദിക്കുകയാണ്. എൻ്റെ സഹോദരന്മാർ 5 പേർ ഭൂമിയിലുണ്ട്, അവരുടെ അടുക്കൽ ലാസറിനെ ഒന്ന് പറഞ്ഞയക്കണം. മരിച്ചവരിൽ നിന്ന് ഒരാൾ കിടന്നു നിന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അങ്ങനെ അവർ ഈ നരകത്തിലേക്ക് വരാതെ അവർ രക്ഷപ്പെടുവാനിടയായിത്തീരും എന്ന് അബ്രഹാം പിതാവിനോട് പറയുന്നുണ്ട്. എന്നാൽ അബ്രഹാം പിതാവ് അത് നിരസിക്കുന്നു. അവർക്ക് മോശയും പ്രവാചകന്മാരും ഭൂമിയിലുണ്ട്. അവർ മോശയും പ്രവാചകന്മാരെയും വിശ്വസിക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ ദൈവികമായ പദ്ധതിയിലേക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ഈ ലോകത്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ കർത്താവായ സർവ്വ ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ പഠിപ്പിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, എന്നാൽ കൃപയും സത്യവും നമുക്ക് ലഭിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരമാണ് എന്ന് നമുക്ക് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം
വചനത്തെ ആദരവോടെ ബഹുമാനത്തോടെ നാം സമീപിക്കുന്നുവെങ്കിൽ, നാം വിശ്വാസത്തോടെ അതിനെ സമീപിക്കുന്നുവെങ്കിൽ, അത് നമുക്ക് ദൈവശക്തിയായിത്തീരും. ഈ ദൈവശക്തിയിലേക്ക്, ദൈവത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദൈവിക നന്മയിലേക്ക് കടന്നു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.